ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ എതിർക്കുന്നവരോട്, ഇസ്ലാമിലെ അനാചാരങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരോട്, ഇസ്ലാമിലെ വസ്തുനിഷ്ഠമായ പ്രമാണങ്ങൾ വെച്ച് സമർത്ഥിക്കുന്നവരോട് ഇത്രയധികം ശത്രുതയുണ്ടാകാനുള്ള കാരണം? ഒന്ന്, ഇസ്ലാമിന്റെ ബേസ് തന്നെ രക്തച്ചൊരിച്ചിലാണ്. വാളുകൊണ്ട് പടുത്തുയർത്തിയ മതമാണ് ഇസ്ലാം എന്നതാണ്. രണ്ട്, ഈ മതം അങ്ങേയറ്റം അസഹിഷ്ണുതയാണ്. ഇപ്പോ അള്ളാഹുവിന്റെ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയും മക്കയിലെ മുശ്രിക്കുകൾ എന്നറിയപ്പെടുന്ന വിഭാഗവുമായി വാക്കേറ്റമുണ്ടായാൽ അള്ളാഹു ആണ് വാനലോകത്തിരുന്നവരെ തെറി പറയുന്നത്. നിനക്ക് അനന്തരാവകാശികൾ പോലും ഇല്ലല്ലോടാ എന്നാരെങ്കിലും മുഹമ്മദിനെ പറഞ്ഞാൽ അപ്പൊ അള്ളാഹു അവിടെ നിന്ന് തെറി പറയും, ഇവനെ നീയാടാ വാലറ്റവൻ, മുഹമ്മദ് അല്ലടാ വാലറ്റവൻ. അതായത് മുഹമ്മദ് നബി നിർമ്മിച്ചെടുത്ത പടച്ച റബ്ബ് മുഹമ്മദ് നബിയെ പോലെ തന്നെ 100% അസഹിഷ്ണുത നിറഞ്ഞ ഒരു പടച്ചോനാണ്. പ്രവാചകനെ എതിർത്ത എല്ലാവരെയും ഇല്ലാതാക്കിയ ചരിത്രമേ ഉള്ളൂ പ്രവാചകന്റെ ജീവിതത്തിലുടനീളം. അപ്പോൾ പിന്നെ പ്രവാചകന്റെ അനുയായികൾ അങ്ങനെ ആകുന്നതിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇനി ആരും പറയില്ലല്ലോ. യുക്തിവാദികൾ കേരളത്തിൽ നിർഭയരാണ് എന്നാരും പറയില്ലല്ലോ. ഇസ്ലാം മത വിമർശകർ കേരളത്തിൽ നിർഭയം അവർക്ക് അവരുടേതായിട്ടുള്ള സ്വകാര്യതകൾ ഉണ്ട് എന്നും അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നും ഇനി ആരും പറയില്ലല്ലോ. ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു വിഭാഗം മറ്റുള്ളവരിൽ ആരും ഉണ്ടാകില്ല. ഒരു പക്ഷേ മതം വിട്ടവരിൽ എന്നെ പോലെ ഇത്രയധികം വിമർശിക്കപ്പെടുകയും വ്യക്തിപരമായി അധിക്ഷേപം അനുഭവിക്കുകയും കുടുംബം പോലും അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി വേറെ ആരുണ്ടാകും? അപ്പോ മതം സമാധാനമാണ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം സമാധാനം മാത്രമാണ് എന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. സമാധാനം അത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചതിൽ ഞാനും കൃതാർത്ഥയാണ്. ഇപ്പോ ഈ അസഹിഷ്ണുത ഇവിടെ തുടങ്ങുന്നതല്ല, ഇവിടെ അവസാനിക്കാനും പോകുന്നില്ല. ഒരു ജാമിദായിൽ അവസാനിക്കില്ല ഈ അസഹിഷ്ണുത. ഇസ്ലാം എന്ന മതം എതിർ ശബ്ദങ്ങളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നു, എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് മുസ്ലിം പുരോഹിതന്മാർ ഓരോ വർഷവും അറബി കോളേജുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പണ്ഡിത വേഷം ധരിച്ചിറങ്ങിയിട്ട് പോലും അവർക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആശയങ്ങളില്ല, മറുപടികളില്ല. ഖുർആനും ഹദീസും വെച്ചിട്ട് നമ്മൾ പറയുന്ന വസ്തുതകൾ അതിലില്ലാത്തതാണ് എന്ന് തെളിയിക്കണം. ഞാനതിനെ വക്രീകരിച്ച് വിശദീകരിച്ച് അതിനെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ മിസ്ഗൈഡ് ചെയ്യുന്നതാണ് എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കണം. അതിന് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ എതിർക്കുന്നവരെ ഇല്ലാതാക്കുക എന്ന അജണ്ട ഇസ്ലാമിന്റെ മുഖമുദ്രയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ചർച്ച ഏതോ ഒരു ജോസഫിന്റെ കൈവെട്ടിയതിന്റെ ഒപ്പം ആ കഥ പറയണ്ട. ഞാൻ നേരിട്ടുള്ള എന്റെ കാര്യം കൂടി ഞാൻ നിന്ന് വെളിപ്പെടുത്താം. ഞാൻ അതിനു മുമ്പ് ഞാൻ ഈ PFI നടത്താൻ ഉദ്ദേശിക്കുന്നത് താലിബാൻ മോഡൽ ഹാർഡ് വേർഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാജി നോക്കിയിട്ട് എന്നെ ഈ ലോകത്തെ അത് കേൾപ്പിച്ചില്ല. നമുക്കറിയാമല്ലോ, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പാക്കുന്നത് ഇപ്പോൾ ഗുരുമൂർത്തി പറഞ്ഞല്ലോ, അവിടെ ഒരു ഹാസ്യ നടന്ന് എന്താണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സിനിമ നിരോധിച്ചിട്ട് ആ കലാകാരന്മാരെ വധിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും മൊബൈൽ ഫോണുകളും ഒക്കെ കൂട്ടിയിട്ട് അടിച്ചു പൊട്ടിക്കുവാണ്. കാരണം അതുപോലും കാണുന്നത് ഇവർക്ക് അസഹിഷ്ണുതയാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം, ഇസ്രായേലും ഹമാസും തമ്മിൽ 2023 ഒക്ടോബർ 7 എന്താണ് സംഭവിച്ചത്? അവരുടെ ഒരു മ്യൂസിക് ഫെസ്റ്റ് ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല, ഇവർക്ക് അതിനെ അംഗീകരിക്കാൻ സാധിച്ചില്ല. അയ്യോ, മ്യൂസിക് ഷെയ്ത്താന്റെ ആണല്ലോ. ഇവരുടെ എല്ലാത്തിലും മ്യൂസിക് ഉള്ളത് പോട്ടെ. പച്ച മലയാളത്തിൽ ചുരുക്കത്തിൽ മമ്മൂട്ടിയെ മോഹൻലാലിനെയും വെടിവെച്ചു കൊല്ലും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പച്ചയ്ക്ക് ഈ ഭരണം വന്നാൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു. അബ്ദുല്ലാജി ഒച്ചയിട്ടാൽ അത് മാറുമോ? നമ്മുടെ യേശുദാസിനെ ചിത്രയെ തുറങ്കി അടയ്ക്കും. അതാണ് ഇവർ ലക്ഷ്യം വെക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഇരിക്കെ എത്രയോ തെളിവുകൾ നമുക്ക് അവർ കാണിച്ചു കൊടുക്കാറുണ്ട്. അതോടൊപ്പം നമ്മൾ നോക്കേണ്ടത്, ഞാൻ കുറച്ചു കാലം പുറത്ത് വർക്ക് ചെയ്തിരുന്നതാണ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്ത്. അവിടെ ഒരു പാകിസ്ഥാനി എന്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്റെ പേര് ചോദിച്ചപ്പോൾ എന്റെ കെനഡി എന്ന് ഞാൻ പറയുമ്പോൾ അവനത് മനസ്സിലാവുന്നില്ല. കുറെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും അവന് കെനഡി എന്നുള്ള മനസ്സിലാകുന്നപ്പോൾ ഞാൻ നേരത്തെ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള പേരാണ് ഈ മുഹമ്മദ് എന്നുള്ളത് മുസ്ലിം നാമങ്ങളിൽ. ഞാൻ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞു മെർഗോ മുഹമ്മദ് ബുലാവ്.
ഇവൻ എന്താ ചെയ്തെന്ന് അറിയാമോ? ഈ പച്ച പാകിസ്ഥാനി അവൻ അത് അവിടെ വലിയ ഇഷ്യൂ ആക്കി. ഞങ്ങളുടെ പ്രവാചകന്റെ മറ്റത് ചെയ്തു, ഞങ്ങളെ മറിച്ചത് ചെയ്തു എന്ന് പറഞ്ഞ വിഷയം ഉണ്ടാക്കി. ഞാൻ വിചാരിച്ചു എന്റെ തല പോയി, ഞാൻ മുസ്ലിം രാഷ്ട്രമാണ്, ഞാൻ വിചാരിച്ചു പെട്ടു എന്ന് വിചാരിച്ചു. ഈ കിട്ടുന്ന അവസരത്തിൽ ആ മുഹമ്മദ് എന്നുള്ള പേര് ഞാൻ എന്നെ വിളിച്ചോളാൻ പറഞ്ഞ ഒരു വിധത്തിൽ ഞാൻ അവിടുന്ന് പിറ്റേന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഇല്ല എന്റെ ബാക്കി കാണുകയായിരുന്നു അവിടെ. എന്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. അബ്ദുല്ലാജി മനസ്സിലാക്കി, ഒരു ഹോസ്പിറ്റൽ കാര്യമല്ല, ഈ ലോകത്ത് നടക്കുന്ന ഇമാരി തെമ്മാടിത്തരങ്ങളാണ് അബ്ദുല്ലാജി. അതുകൂടെ മനസ്സിലാക്കി. ഇനി ഒന്നുകൂടി പറയാം, ഈ പോപ്പുലർ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ ഐഡിയോളജി ശരിയല്ല ശരിയല്ല അത് അബ്ദുള്ള പറഞ്ഞു പറയാൻ അനുവദിക്കണം. അതാണ് ഇവരുടെ രീതി. അതാണ് എനിക്കറിയാം. എന്തുകൊണ്ടാണ് അവിടെ വെച്ച് കൊല്ലേണ്ടതായിരുന്നു എന്ന് ഓ അബ്ദുള്ള പറയാൻ കാരണം പറയൂ. കാരണം അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ട് മര്യാദയ്ക്ക് പറഞ്ഞൂടാ? ഒരു ഞാൻ പറയട്ടേന്ന്, ഞാൻ പറയുമ്പോ ഒക്കെ താങ്കൾ ശ്രദ്ധിച്ചു നോക്കണ്ടേ, നാളെ ഇത് എടുത്തിട്ട് അപ്പൊ കാണാം. എപ്പോഴൊക്കെ ഞാൻ വായ തുറക്കുന്നു അപ്പോഴൊക്കെ താങ്കൾ വായ തുറക്കുന്നു. ഈ കന്നഡിക്ക് എന്തുകൊണ്ട് കന്നഡിയാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞൂടാ? ഇസ്ലാമിക പ്രവാചകനെ എന്ന് വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ആൾമാർ പറയട്ടെ. ശരി, അങ്ങനെ പറഞ്ഞു പോയി. ശരി, എന്റെ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് കന്നഡി പറഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ കന്നഡിയെ പറഞ്ഞു പോയി എന്നതല്ലല്ലോ, അതിനെന്താ തെറ്റ്? ഇപ്പൊ ഗൾഫിൽ പോയാൽ അവർക്ക് ഏറ്റവും എളുപ്പമുള്ള പേര് മുഹമ്മദ് എന്നും അബ്ദുള്ള എന്നുമാണ്. ആ മുസ്ലിങ്ങളെ പോലും അവര് മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. ആ പേര് കേൾക്കുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ അസഹിഷ്ണുത? അബ്ദുല്ലാജിയുടെ പോപ്പുലർ ഫ്രണ്ടുകാരെ പുറത്തു വന്നു. അബ്ദുല്ലാജിയുടെ പോപ്പുലർ ഫ്രണ്ടുകാരെ പുറത്തു വന്നു. അബ്ദുല്ലാജിയുടെ തൈലം പുറത്ത് ചെമ്പ് കൊടുത്ത് കൊല്ലേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് വളരെ അപകടകരമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ നിമിഷം വിളിച്ചോളൂ എന്ന് കന്നഡി പറഞ്ഞതിന്റെ പേര് നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എനിക്കൊരു ചുക്കുമില്ല. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ പറഞ്ഞത് സംശയമില്ല, ഒരു തർക്കവുമില്ല. നിങ്ങൾ പറയാൻ പാടില്ലാത്ത, നിങ്ങളത് പറയാൻ പാടില്ലാത്തായിരുന്നു അബ്ദുള്ള. എന്തിനാണ് കന്നഡ അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ട് കന്നഡിയുടെ പേര് പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? കന്നഡി പറഞ്ഞു, കേൾക്കുന്നവര് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്നെ മുഹമ്മദ് എന്ന് വിളിച്ചോളൂ എന്ന് കന്നഡി പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാൾ കൊല്ലുകയാണോ? ഇവർക്ക് അസഹിഷ്ണുത മാത്രമേ ഉള്ളൂ. എതിർക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യുക. മുഹമ്മദ് എന്ന പേര് വിളിച്ചോളൂ എന്ന് കെന്നഡി പറഞ്ഞപ്പോൾ നമ്മുടെ വട്ടപൂജ്യം അബ്ദുള്ളയ്ക്ക് തോന്നിയത് അവരെ കളിയാക്കുന്നു എന്നാണ്, അവരെ പരിഹസിക്കുന്നു എന്നാണ്. അപ്പോൾ ആ സ്പോട്ടിൽ കെന്നഡിയെ കൊല്ലണമെന്നാണ് പറയുന്നത്. ഇവരുടെ ഈ തീവ്രവാദ ആശയങ്ങൾ ഇവർക്ക് അഫ്ഗാനിലോ പാകിസ്ഥാനിലോ പോയി ഫോളോ ചെയ്യാം. നമ്മുടെ രാജ്യത്ത് പറ്റില്ല എന്നാ മോദിയും അമിത്ഷായും പറയുന്നത്. നമ്മുടെ ഭരണഘടന പറയുന്നത് അതാ, നിങ്ങളുടെ ഈ തത്വങ്ങൾ ഈ രാജ്യത്ത് സാധ്യമല്ല എന്ന്. അതാണ് യഥാർത്ഥ ഇസ്ലാം. അയാളിപ്പോ ഈ മൂപ്പര് അതാണ് ആരിഫ് ഹുസൈൻ പറഞ്ഞത്. അതാണ് സത്യം. നിങ്ങളോട് പറയാവുന്നവർ ചെയ്യാൻ കഴിയും, ഒക്കെ ചെയ്യാം. ഓ അബ്ദുള്ളയെ പോലുള്ളവരൊന്നുമല്ല ശിക്ഷ പിടിക്കേണ്ടത്. ഇതുകൊണ്ടാണ് കോടതി പ്രവർത്തിച്ചത് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിനകത്ത്. അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിന്റെ ചർച്ചയൊക്കെ വിളിക്കരുത്. കൊല്ലേണ്ടതായിരുന്നു. എന്റെ മനസ്സാരാധന പരിശോധിക്കാൻ താങ്കൾ ഏൽപ്പിച്ചിട്ടില്ല. താങ്കൾക്ക് മനഃശാസ്ത്രജ്ഞനല്ല. എന്റെ മനസ്സ് പരിശോധിക്കാൻ താങ്കൾ ഏൽപ്പിച്ചിട്ടില്ല. എന്നെ ഇരുത്തി എന്തും പറയാം, എന്ത് തോന്നിയാസമാവാന്ന് വിചാരിക്കണ്ട. എന്ന് കരുതി നിങ്ങളാരാ? നിങ്ങളാരാണ് കന്നഡിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കാനോ? അബ്ദുള്ള ആരാണ്? ചോദിക്കാൻ താങ്കൾ ആരാണ്? ഒരു ഇന്ത്യൻ പൗരനാണ്.
അതായത് ഇവര് പബ്ലിക്കിൽ വന്ന് ഇസ്ലാമിന്റെ അസഹിഷ്ണുതകൾ വാരി വിതറിയാലും ഛർദിച്ചിട്ടാലും ശരി, എല്ലാവരും മിണ്ടാതിരുന്നോണം. അത് അന്തക്കാലം പറ്റുമായിരുന്നു. മൗനി ബാബ ഭരിച്ച കാലം, ഇന്ദിരാ ബീവി ഭരിച്ച കാലം, ഇന്നിനി അത് നടപ്പില്ല സാഹിബേ. നന്ദി.